നമ്മളെ വീഡിയോ കാണുന്ന എല്ലാവർക്കും നമ്മളെ ഈ ഒരു ചാനലിലേക്ക് സ്വാഗതം. കുറേ ദിവസമായി നമ്മൾ വീഡിയോ ഇടാനായിട്ട് പറ്റാതിരുന്നതിൻ്റെ കാരണം എന്താണെന്നൊക്കെ ഈ ഒരു വീഡിയോയിലൂടെ പറയാം. പിന്നെ അത് മാത്രമല്ല, പുതിയതായിട്ട് കാണുന്നവരും എല്ലാവരും ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. 2 വീഡിയോ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇന്നിപ്പോൾ ഈ ഒരു വീഡിയോ ഇടുന്നത്. പിന്നെ നേരത്തെ ഞാൻ ചെറിയൊരു ഷോർട്ട് വീഡിയോ ഇട്ടപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, മുറ്റത്ത് നല്ല മഴയൊക്കെ പെയ്ത് അടുപ്പ് മൊത്തം നനഞ്ഞപ്പോഴത്തേക്ക് ഈ ഒരു അടുപ്പിലോട്ട് നമ്മൾ മാറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ പിടിച്ചിറക്കാൻ നമുക്ക് ഈ ചോറ് വെച്ചിട്ട് എടുക്കുന്ന കാര്യമൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടാണ്. എങ്കിലും കാരണം എല്ലാവർക്കും നമ്മൾ പറയുന്ന ആ ഒരു സമയത്ത് നമ്മളെ പ്രതീക്ഷിച്ചിരിക്കുന്ന ഒത്തിരി പേരുണ്ടല്ലോ, കറക്റ്റ് ആ ഒരു സമയത്ത് നമ്മൾ പൊതിച്ചോറ് എത്തിച്ച് കൊടുക്കണമല്ലോ. അപ്പോൾ അവരത് നോക്കിയിരിക്കും. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ പായസം വെച്ച് കൊടുക്കുന്നുണ്ട്. ഒരു ഗ്ലാസ്സിന് 20 രൂപ കണക്കാക്കിയിട്ടാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ അത് മാത്രമല്ല, കഴിഞ്ഞ ദിവസം ചെറിയൊരു ഷോർട്ട് വീഡിയോ ഇട്ടപ്പോഴത്തേക്ക് അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഒരു നമ്പർ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2-3 പേര് വിളിച്ചപ്പോഴത്തേക്ക് എനിക്ക് കോൾ എടുക്കാനായിട്ട് പറ്റിയിട്ടില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, കോൾ എടുക്കാനായിട്ട് എനിക്ക് പറ്റില്ല, സമയം കിട്ടാഞ്ഞിട്ടാണ്. അപ്പോൾ ഫോൺ വിളിച്ചും കൊണ്ട് നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്ക് നമുക്ക് അത്ര സമയം അങ്ങ് പോകും കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കോൾ എടുക്കാത്തത്. മെസ്സേജ് അയച്ചിടുകയാണെന്നുണ്ടെങ്കിൽ വൈകുന്നേരം നമ്മൾ കയ്യിൽ ഫോൺ എടുക്കുന്ന ആ ഒരു സമയമൊക്കെ വരുന്ന സമയത്ത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനുള്ള റിപ്ലൈ ഇടുകയും ചെയ്യും. പിന്നെ പൊതിച്ചോറിന് വേണ്ടിയിട്ട് തലേ ദിവസം തന്നെ മെസ്സേജ് അയച്ചിടുകയും വേണം കേട്ടോ. അപ്പോഴും നമ്മൾ പിറ്റേന്ന് ചോറും കൊണ്ട് പോകുമ്പോഴത്തേക്ക് അത് കറക്റ്റ് ആ ഒരു സമയത്ത് തന്നെ നമുക്ക് എത്തിച്ചു തരാനും പറ്റും. അപ്പോൾ ഇതൊക്കെ കൊണ്ടാണ് ഞാൻ പറഞ്ഞത് കോൾ വിളിക്കല്ലേ എന്നൊക്കെ പറഞ്ഞത്. പിന്നെ ഇന്നിപ്പോൾ ഈ ചിക്കൻ കറി വെക്കുന്നതിൻ്റെ ഒരു വീഡിയോയും കൂടെ ഇതിൻ്റെ കൂടെ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഒരു വീഡിയോ എടുത്തിട്ട് ഒത്തിരി ദിവസം ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒത്തിരി നമ്മൾ ചിക്കൻ കറി വെക്കുന്നതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. എങ്കിലും ഇന്ന് ഈ ഒരു വീഡിയോ ഇടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. പിന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാനും പറ്റുന്നതാണ് കേട്ടോ, എളുപ്പം പറ്റും. പിന്നെ സവോള എല്ലാം കട്ട് ചെയ്തിട്ട് കൈ കൊണ്ട് ചെറുതായിട്ടൊന്ന് ഉടച്ചെടുക്കുന്നുണ്ട്. അതൊന്ന് വിട്ട് വരാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്തെടുക്കുന്നത്. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, തക്കാളി ഒന്ന് കട്ട് ചെയ്യണം. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളക് അതൊന്ന് ചതച്ചെടുക്കാനായിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കാനായിട്ടുണ്ട്. ചിക്കൻ കട്ട് ചെയ്ത് എല്ലാം ക്ലീൻ ചെയ്തൊക്കെ നേരത്തെ തന്നെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒത്തിരി പേര് മെസ്സേജ് അയച്ചൊക്കെ നേരത്തെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഓരോ റെസിപ്പിയൊക്കെ ഇടണമെന്നൊക്കെ പറഞ്ഞിട്ട്. ഒത്തിരി പേര് ഓരോ ഐറ്റങ്ങളൊക്കെ ഇങ്ങനെ പറയുമല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ ഇടണമെന്നൊക്കെ പറഞ്ഞിരുന്നപ്പോഴാണ് നമ്മൾ ഈ പൊതിച്ചോറിലോട്ട് പോയതും. പിന്നെ അങ്ങനെ ഒരു വീഡിയോ എടുക്കാനോ ഒന്നും എനിക്ക് സമയം കിട്ടുന്നില്ല. ഞായറാഴ്ചയിരുന്ന് എടുത്ത ഒരു വീഡിയോ ആണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയുടെ കൂടെ തന്നെ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എല്ലാം ഒന്ന് ജീവിതത്തിൽ തരണം ചെയ്ത് വരണതേ ഉള്ളൂ. നമ്മളെ ജീവിതമാണല്ലോ, അപ്പോൾ എല്ലാം നമ്മൾ തരണം ചെയ്ത് മുന്നോട്ട് പോയേ പറ്റുള്ളൂ. പിന്നെ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ വേണ്ടിയിട്ട് നമ്മളെ കൂടെ നിന്നിരുന്ന ഒരാളുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരാളിൻ്റെ ഒരു നഷ്ടം നമുക്ക് സഹിക്കാനായിട്ട് പറ്റുന്നില്ല. ഇപ്പോഴും അതൊന്നും വിട്ടുമാറി വന്നിട്ടില്ല ജീവിതത്തിൽ. അതൊരിക്കലും നമ്മളെ മനസ്സിൽ നമുക്ക് ഒന്ന് മാറ്റി നമുക്കതൊന്ന് മറന്നിട്ട് ജീവിക്കാനൊന്നും നമ്മളെക്കൊണ്ട് പറ്റത്തില്ല. നമ്മളെല്ലാവരും മനുഷ്യരാണല്ലോ, മറന്ന് ജീവിക്കുന്നവർ കാണുമായിരിക്കും, പക്ഷെ നമ്മളെക്കൊണ്ട് മറക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോ ഇടാനോ ഒന്നും പറ്റാതിരുന്നത്. ഇനിയിപ്പോൾ എന്തായാലും മുന്നോട്ട് പോയേ പറ്റുള്ളൂ. ഉള്ളിൻ്റെ ഉള്ളിലുള്ള ആ ഒരു വേദന അതെന്തായാലും അങ്ങനെ തന്നെ ഇരിക്കട്ടെ. കാരണം ഒരുപാട് പേര് മെസ്സേജ് അയച്ച് പറയുന്നുണ്ടായിരുന്നു, നിങ്ങളെല്ലാവരും നമ്മളെ സ്നേഹിക്കുന്നുണ്ട്. അപ്പോൾ അതിലൊക്കെ ഒരുപാട് സന്തോഷം. എൻ്റെ മക്കളെ സ്നേഹിക്കുന്നുണ്ട്, എൻ്റെ മക്കളെ അന്വേഷിക്കുന്നുണ്ട്, അതിലൊക്കെ ഒരുപാട് സന്തോഷം സ്നേഹവും ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ കഴിഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മൾ മറന്നിട്ടൊന്നും ഇല്ല എങ്കിൽ പോലും കഴിഞ്ഞ കാര്യങ്ങളെല്ലാം ഒതുക്കി വെച്ചിട്ട് നമുക്ക് മുന്നോട്ട് പോകണമല്ലോ. അപ്പോൾ എന്തായാലും തുടർന്ന് ഇനി അങ്ങോട്ടുള്ള എല്ലാ ദിവസവും വീഡിയോ ഇടാനായിട്ടാണ് ഇരിക്കുന്നത്. ഇന്ന് തന്നെ ഈ ഒരു വീഡിയോയ്ക്ക് വോയിസ് ഇടുന്നത്. ഇപ്പോൾ രാവിലെ ഇവിടെ ഒരു 3 മണിയായപ്പോൾ ഞാൻ അടുക്കളയിൽ വന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അടുപ്പിൽ തീ പിടിപ്പിച്ചെടുക്കാനായിട്ട് സമയം എടുക്കും. പുകയെടുപ്പായതുകൊണ്ട് മുറ്റത്ത് നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുവാണ്. അങ്ങനെ ഞാൻ വിചാരിച്ച് എന്തായാലും അടുപ്പിൽ തീയൊക്കെ കത്തി വെള്ളമൊക്കെ ചൂടായി വരുമ്പോഴത്തേക്ക് ഈ ഒരു വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വോയിസൊക്കെ ഇട്ട് വെച്ചിട്ട് ഇന്ന് രാവിലെ തന്നെ വീഡിയോ ഇടണം. ഒരുപാട് പേര് ഇന്നലെ വാട്സപ്പിൽ പോലും എനിക്ക് മെസ്സേജ് അയച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഇന്ന് തൊട്ട് മുടങ്ങാതെ വീഡിയോ ഇടും. നിങ്ങളെല്ലാവരും നമ്മളെ കൂടെ വേണം. പിന്നെ പുതിയതായിട്ട് കാണുന്നവർക്ക് അറിയുമെന്ന് എനിക്കറിയത്തില്ല, നമ്മളെ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന സ്വന്തമായിട്ടൊരു വീടെന്നുള്ളൊരു സ്വപ്നമുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് എത്തിയേ പറ്റുള്ളൂ. അപ്പോഴും മറ്റുള്ളവരിലേക്കൊക്കെ നമ്മളെ വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും പറ്റുന്നിടത്തോളം സപ്പോർട്ട് ചെയ്യാനായിട്ടൊക്കെ ഒന്ന് ശ്രമിക്കുക. പിന്നെ ചിക്കൻ കറിക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെള്ളം മാത്രമേ ഒഴിച്ച് കൊടുക്കുന്നുള്ളൂ. ഒത്തിരി വെള്ളം മതി കേട്ടോ, അല്ലാതെ നമ്മൾ ഒരുപാട് വെള്ളമൊന്നും വെക്കുന്നില്ല. പിന്നെ കുക്കറിൻ്റെ അടച്ച് വെക്കുന്നതിന് മുന്നേ തന്നെ ഇത്തിരി വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് തടവി കൊടുക്കുന്നുണ്ട്. അത് വേറൊന്നുമല്ല, നമ്മൾ ഈ കുക്കറിൽ നിന്ന് ഈ വെന്ത് വരുമ്പോഴത്തേക്ക് അതിൻ്റെ ആ ഒരു ഫിസിൽ വരുമ്പോഴത്തേക്ക് അടപ്പിൽ ഈ മൊത്തത്തിൽ അതിൻ്റെ ചാറൊക്കെ തെറിക്കുമല്ലോ, അതിൻ്റെ ഗ്രേവിയൊക്കെ തെറിച്ച് മൊത്തത്തിൽ ഇങ്ങനെ കളറൊക്കെ പിടിച്ച് അങ്ങനെ ഇരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ചിക്കൻ കറിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കറി വെക്കുമ്പോഴത്തേക്ക് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പിന്നെ ചോറ് മുറ്റത്ത് അടുപ്പിലാണ് വെച്ചത്. വിറകെല്ലാം കുതിർന്ന് തണുപ്പടിച്ചിരിക്കുന്നതിനെ കൊണ്ട് കത്തുന്നില്ല. അകത്തുള്ള അടുപ്പിൽ വെച്ചിട്ട് അങ്ങനെ ചിരട്ടയെല്ലാം പറക്കി വെക്കുമ്പോഴത്തേക്ക് മുറ്റത്ത് വേവിച്ചെടുക്കാമല്ലോ.
പിന്നെ ഇനിയിപ്പോൾ ചിക്കൻ കറി വെക്കുന്നത് നമുക്ക് ഗ്യാസിൽ വേവിച്ചെടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. നല്ല കണക്ക് നനഞ്ഞ് കിടക്കുവാണ്. നമ്മൾ ഈ ഷെഡ് അടിക്കും അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു. ഒരു ടാർപ്പ് വിറകെല്ലാം പറക്കി മൂടി വെച്ചിട്ട് ടാർപ്പ് പിടിച്ചിടുവാണ് ചെയ്തിരുന്നത്. പിന്നെ ഈ മില്ലിൽ നിന്ന് മേടിച്ചുകൊണ്ട് വന്ന വിറകായതുകൊണ്ട് നല്ല കണക്ക് ഉണങ്ങിയിട്ടുമില്ലായിരുന്നു. പിന്നെ 2 വിസിൽ കേട്ടതിന് ശേഷം ഇതൊന്ന് ഇറക്കി മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. ഇറക്കി വെച്ചിട്ട് അത് അതിനകത്ത് കിടന്ന് നല്ല രീതിക്ക് ഒന്ന് വെന്ത് കിട്ടുമല്ലോ. പിന്നെ നമ്മൾ വേറെ വെള്ളമോ അങ്ങനെ ഒന്നും എടുക്കുന്നില്ല ചിക്കൻ കറി വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ചിക്കനിൽ നമ്മൾ ചേർത്തിരിക്കുന്ന ആ ഒരു വെള്ളത്തിൻ്റെ ഇതിൽ തന്നെയാണ് വേവിച്ചെടുക്കുന്നത്. പിന്നെ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ എന്തെങ്കിലും പോരായ്മ കുറവൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. കുറേ ദിവസമായി നമ്മൾ വീഡിയോ ഇട്ടിട്ട്, അപ്പോൾ വീഡിയോ ഇടാൻ പറ്റാതിരിക്കുന്നതിൻ്റെ ചെറിയൊരു ബുദ്ധിമുട്ടൊക്കെ എനിക്കുണ്ട്. പിന്നെ ഇന്നിപ്പോൾ നല്ല മഴയുണ്ട് കേട്ടോ. രാവിലെ മഴ പെയ്യുന്നതുകൊണ്ട് ഈ ഷീറ്റിൽ വെള്ളം വീഴുമ്പോഴത്തേക്ക് ഞാൻ പറയുന്ന വോയിസ് കേൾക്കാൻ പറ്റുമോ എന്നൊന്നും എനിക്കറിയത്തില്ല. കാരണം നമ്മൾ മൈക്കൊന്നും മേടിക്കും അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. വീഡിയോ എടുക്കുന്നതും എഡിറ്റ് ചെയ്യുന്നതും വോയിസ് ഇടുന്നതും എല്ലാം ഈ ഒരു ഫോണിൽ തന്നെയാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ എടുത്ത് പറഞ്ഞത് കേട്ടോ. ചിക്കൻ കറിക്ക് വേണ്ടിയിട്ടാണ് മസാല എടുക്കുന്നത്. മല്ലിപ്പൊടി മുളക് പൊടി എടുത്തിരിക്കുന്ന 1 സ്പൂണിൻ്റെ അളവിൽ തന്നെയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. ഇനി അടുത്ത് എടുക്കുന്നത് പെരുംജീരകമാണ്. പെരുംജീരകം നേരത്തെ ചതച്ച് അതെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നേരത്തെ തന്നെ ചിക്കൻ കറി വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു കട്ടിയുള്ളൊരു ഇരുമ്പിച്ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചട്ടി ചൂടായിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. കുഴിയുള്ള ഇരുമ്പിച്ചട്ടി എടുക്കുവാണെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണയുടെ ആവശ്യം വരുന്നുള്ളൂ. പിന്നെ കടുകിന് പകരം ഞാൻ ഉലുവയാണ് ചേർത്ത് കൊടുക്കുന്ന. ബീഫ് വെക്കുവാണെങ്കിലും ചിക്കൻ കറി വെക്കുവാണെങ്കിലും നമുക്ക് ഉലുവ ചേർക്കുവാണെങ്കിൽ പ്രത്യേകിച്ച് നല്ല ഒരു ടേസ്റ്റൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ്. പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒത്തിരി വറ്റൽ മുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് പൊട്ടിച്ചെടുത്തതിന് ശേഷം നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന സവോളയും ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എല്ലാം ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം ഒരുമിച്ച് തന്നെയാണ് ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുത്തിട്ട് വഴറ്റിയെടുക്കുന്നത്. പിന്നെ നമ്മൾ വിറകടുപ്പിൽ വേവിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല കണക്ക് വേറെ വിറകും മടൽ മറ്റുള്ള എന്തെങ്കിലുമൊക്കെ പറക്കി നമ്മൾ വെച്ച് കൊടുക്കുകയാണെങ്കിൽ തീ നല്ല രീതിക്ക് മൊത്തത്തിലൊന്ന് പിടിക്കുകയും ചെയ്യും. നല്ലതാണ് കേട്ടോ. അങ്ങനെ വേവിച്ചെടുത്ത് നമ്മളങ്ങനെ കഴിച്ചിട്ടുള്ളത് കൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നത്. എനിക്ക് ഗ്യാസിൽ ഇങ്ങനെ ചിക്കൻ കറി വെച്ചെടുക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ആ ഒരു വശം വരത്തില്ല. എങ്കിലും ഇന്നിപ്പോൾ നമുക്ക് വെച്ചെടുത്തേ പറ്റുള്ളൂ. ഈ മഴ കാരണവും പിന്നെ വിറകെല്ലാം വെക്കാനായിട്ട് നമ്മളൊരു വാരാന്തി അങ്ങനെ ഒന്നും കെട്ടിയിട്ടില്ല. വിറകെല്ലാം നനഞ്ഞ് ചെറിയ തണുപ്പിടിച്ചിരിക്കുകയാണ്. മൂടിയിട്ടിരിക്കുന്ന ഷീറ്റൊക്കെ ഇട്ട് മൂടിയിട്ടിരിക്കുകയാണെങ്കിലും നല്ല കുളിർമേലിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഇന്നിപ്പോൾ വീട്ടിനകത്ത് തന്നെ വെക്കുന്നത്. പിന്നെ മൺകലം വെളിയിൽ വെക്കുമ്പോൾ നമുക്ക് ചിരട്ടയൊക്കെ പറക്കി ഇട്ട് കൊടുത്താൽ കത്തിച്ചെടുക്കാനായിട്ട് പറ്റുമല്ലോ. ചിക്കൻ കറിക്ക് വേണ്ടിയിട്ടുള്ള ഉള്ളിയെല്ലാം വഴറ്റാൻ വേണ്ടിയിട്ട് അടുപ്പിൽ വെച്ചിട്ടാണ് പിന്നെ കപ്പയെല്ലാം കട്ട് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചത് കേട്ടോ. അല്ലാതെ നമ്മൾ അതിൻ്റെ കൂടെ നിന്ന് കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ നിൽക്കാനേ പറ്റത്തുള്ളൂ. ഞാനിങ്ങനെയാണ് കേട്ടോ. ഒരു കാര്യം എന്തെങ്കിലും ഒരു ജോലി ചെയ്തുകൊണ്ട് നിന്നിട്ട് പിന്നെ മറ്റൊരു ജോലിയും കൂടെ ചെയ്യാനായിട്ട് പോകും. അപ്പോഴത്തേക്ക് നമുക്ക് പെട്ടെന്നങ്ങ് ജോലി തീരുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്തായാലും ഉള്ളി നല്ലണക്കൊന്ന് വഴറ്റി വരുന്ന ആ ഒരു സമയത്ത് കപ്പയെല്ലാം കട്ട് ചെയ്ത് ക്ലീൻ ചെയ്തൊക്കെ എടുക്കുമ്പോഴത്തേക്ക് ഉള്ളിയെല്ലാം നല്ലണക്ക് വെന്ത് കിട്ടുകയും ചെയ്യും. പെട്ടെന്ന് തന്നെ മസാലയൊക്കെ ഇട്ട് കൊടുത്ത് ആ ചിക്കൻ കറി ഒന്ന് വേവിച്ചിറക്കി എടുക്കാനൊക്കെ പറ്റും. അപ്പോൾ അതുകൊണ്ട് എളുപ്പപ്പണിയെന്ന് തന്നെ പറയാം കേട്ടോ. പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ കപ്പയെല്ലാം കട്ട് ചെയ്ത് എല്ലാം ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഉള്ളിയെല്ലാം നേരത്തെ തന്നെ വഴറ്റാൻ വേണ്ടിയിട്ട് ഈ ഒരു അടുപ്പിൽ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ നല്ലണക്ക് വഴറ്റി കിട്ടിയിട്ടുണ്ട്. ഉപ്പിട്ട് കൊടുക്കുമ്പോഴത്തേക്ക് നല്ലണക്ക് വഴറ്റി കിട്ടും. ഉപ്പ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതിൻ്റെ ആ ഒരു ഇതുപോലെ ഈ ഉള്ളി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് കുറച്ച് മസാല നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. ആ മസാലയുടെ പച്ച ചൊവ്വയൊക്കെ ഒന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ ഈ നടുക്ക് ഭാഗത്ത് തന്നെ ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നമ്മൾ ഈ ചട്ടവും കൊണ്ട് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് മൊത്തത്തിലൊന്ന് യോജിപ്പിച്ചെടുത്താൽ മതി. അപ്പോഴതിൻ്റെ ആ ഒരു പച്ച ചൊവ്വയൊക്കെ ഒന്ന് മാറി കിട്ടുകയും ചെയ്യും ചിക്കൻ കറി വെക്കുമ്പോഴത്തേക്ക്. കാരണം നേരത്തെ ചിക്കനെല്ലാം വേവിച്ചിട്ടിട്ടുണ്ട്. ഇനി വേറെ വെള്ളത്തിൻ്റെ ആവശ്യമില്ല. ഉള്ളിയെല്ലാം നല്ല കണക്ക് തന്നെ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പം നല്ല എളുപ്പമാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ്. പിന്നെ ഈ ഒരു ചിക്കൻ കറിയും കൂടെ ഒന്ന് വേവിച്ച് ഇറക്കി വെച്ചിട്ട് വേണം മറ്റേ കുക്കറൊന്ന് കഴുകി എല്ലാം ക്ലീൻ ചെയ്തൊക്കെ എടുത്തിട്ട് അതിൽ തന്നെയാണ് ഞാൻ കപ്പ വേവിച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ കപ്പ വേവിക്കുന്നതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാനായിട്ട് എനിക്ക് സമയം കിട്ടിയിട്ടില്ലായിരുന്നു. കാരണം വേറെ ജോലിയും കാര്യങ്ങളൊക്കെ കിടക്കുന്നതിനെ കൊണ്ടേ. അപ്പോൾ അതുകൊണ്ട് ചിക്കൻ കറി വെക്കുന്നതിൻ്റെ ഒരു വീഡിയോ മാത്രമായിട്ടാണ് ഞാൻ അന്ന് എടുത്ത് വെച്ചിരുന്നത്. ഇതിലിപ്പോൾ അത്യാവശ്യം നേരത്തെ നമ്മൾ വെച്ചിരുന്ന വെള്ളവും പിന്നെ ചിക്കൻ വെന്തപ്പോൾ അതൊന്ന് വെള്ളം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു വെള്ളത്തിൻ്റെ ആവശ്യമുള്ളൂ കേട്ടോ ഈ ഒരു ചിക്കൻ കറി വെച്ചെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ ഒരു ചിക്കൻ കറിക്ക് ഒരുപാട് ഗ്രേവിയുടെ ആവശ്യമൊന്നുമില്ല. നല്ല കുഴമ്പ് പരുവത്തിനാണ് നമ്മൾ വേവിച്ചെടുക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒരു ചിക്കൻ കറി തയ്യാറാക്കിയൊക്കെ നോക്കണം. പിന്നെ നേരത്തെയുള്ള വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ എന്തെങ്കിലുമൊക്കെ നമ്മൾ ചെയ്യുന്ന പാചകമൊക്കെ കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കിയിട്ടൊക്കെ എനിക്ക് കമൻറ്റ് ഇടണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് എനിക്ക് കമൻറ്റ് ഇടുമായിരുന്നു കേട്ടോ. അപ്പോൾ അതിലൊക്കെ എനിക്ക് ഒരുപാട് സന്തോഷം ഉണ്ടായിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി അങ്ങോട്ട് പറ്റുന്നിടത്തോളം കുക്കിങ്ങിൻ്റെ വീഡിയോ ഇടും. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ പൊതിച്ചോറ് കൊടുക്കുന്നതിൻ്റെ വീഡിയോ എങ്കിലും ഞാൻ ഇടും കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും നമ്മളെ കൂടെ ഉണ്ടല്ലോ. അപ്പോൾ അത് മാത്രം മതി നമുക്ക് മുന്നോട്ട് പോകാനായിട്ട്.
ചിക്കൻ കറി എല്ലാം സെറ്റായൊക്കെ വന്നിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഇതിനെ ഒന്ന് അടച്ച് വെക്കുന്നുണ്ട്. ഇട്ട് ഇളക്കും അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല കേട്ടോ. പൊടിഞ്ഞു പോയിട്ടൊന്നുമില്ല. നമ്മൾ കുക്കറിൽ ആദ്യം വേവിച്ചെടുത്തതല്ലേ. എപ്പോഴും നമ്മൾ ചിക്കൻ കറി വെക്കുന്നെങ്കിലും ഒന്നുകിൽ കുക്കറിനകത്ത് നമ്മൾ ആദ്യം 1-2 വിസിൽ കേൾപ്പിച്ച് വേവിച്ചെടുക്കുക. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ചിക്കനൊന്ന് വറുത്തിട്ട് കറി വെക്കുവാണെങ്കിൽ ചിക്കൻ പെട്ടെന്നങ്ങ് പൊടിഞ്ഞ് കുഴമ്പ് പരുവത്തിൽ പോവുക അങ്ങനെ ഒന്നുമില്ല കേട്ടോ. അപ്പോൾ കപ്പയെല്ലാം വേവിച്ച് എല്ലാം സെറ്റ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. കപ്പ നമ്മൾ അരപ്പിട്ട് വേവിക്കാൻ വേണ്ടിയിട്ട് അരിഞ്ഞൊക്കെ വെക്കുമല്ലോ. അപ്പോൾ അതേ കണക്കാണ് ഉപ്പിട്ട് വേവിച്ചെടുത്തിരിക്കുന്നത്. ഇതിൽ നമ്മൾ തേങ്ങ അരച്ച് ചേർക്കോ മഞ്ഞളോ ഒന്നും ചേർത്തിട്ടില്ല. അങ്ങനെ നമ്മൾ ചിക്കൻ കറി എല്ലാം സെറ്റായിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്നുള്ളൊരു പ്രതീക്ഷയൊക്കെ ഉണ്ട്. നല്ല മഴയായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു മഴയുടെ വീഡിയോ ഒക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇന്നത്തെ വീഡിയോ. തീർച്ചയായിട്ടും വീഡിയോ ഇഷ്ടമായി സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.